യെസ്, കോൺഗ്രസ് പ്രതിനിധി ബസന്ത് തങ്കമ്പള്ളിയുണ്ട്. ശ്രീ ബസന്ത് തങ്കമ്പള്ളി, ഈ രാഹുൽ ഗാന്ധി ബീഹാറിൽ അടുത്ത കാലത്ത് നടത്തിയ യാത്ര ഏതാണ്ട് 25 ജില്ലകൾ കവർ ചെയ്ത് 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയൊക്കെയാണല്ലോ ഈ യാത്ര കടന്നുപോയത്. ഈ യാത്ര കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം 950 മുതൽ 1990 വരെ 4 പതിറ്റാണ്ട് കാലം അപ്രമാദിത്വം നിലനിർത്തിയ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ കോൺഗ്രസ് മേൽവിലാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ കനത്ത പരാജയത്തെ, താങ്കളുടെ പാർട്ടിയുടെ ഈ കനത്ത പരാജയത്തെ നോക്കിക്കാണുന്നത്? അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ചെയ്യുമ്പോഴും വിജയിച്ചവരെ അഭിനന്ദിക്കുമ്പോഴും ഒരു മിനിമം ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും നൽകാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം 10,000 രൂപ വീതം ഓരോ വീട്ടമ്മമാരുടെ അക്കൗണ്ടിലേക്ക് പെനിട്രേറ്റ് ചെയ്തത് ഒരു ഇലക്ഷൻ കറപ്ഷനാണ് എന്ന വാദം എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് വെക്കാതിരിക്കാൻ പറ്റുക? 2, അതിനോടൊപ്പം തന്നെ SIR അടക്കമുള്ള കാര്യങ്ങളുമായി വന്ന് 61 ലക്ഷം മനുഷ്യരെ വെളിയിൽ നിർത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് ടോട്ടൽ വോട്ടിങ്ങിന്റെ ഏതാണ്ട് 12-13% ജനം വെളിയിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ സീറ്റ് കണക്കൊക്കെ പറയുമ്പോൾ അല്ല, അതിലൊരാൾ പോലും പരാതിപ്പെട്ടിട്ടില്ലല്ലോ വസന്ത് തെങ്ങുംപള്ളി. അവർക്ക് വേണേൽ കോടതിയെ സമീപിക്കാമല്ലോ. നമ്മുടെ രാജ്യത്ത് എത്ര കോടതികളുണ്ട്? ഒരാളെങ്കിലും പോയോ? എന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞ് ആരെങ്കിലും കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇങ്ങനെ നടന്ന് കരയാന്നല്ലാതെ അതിനപ്പുറം എന്താ സംഭവിച്ചത്? അദ്ദേഹം പോലും പോകുന്നില്ലല്ലോ. തെളിവുകളുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാത്തത്? നിങ്ങൾക്ക് എന്താ കോടതിയിൽ വിശ്വാസമില്ലേ? നഷ്ടപ്പെട്ടോ? അവിടെയാണ് പ്രശ്നം. ഒന്ന്, ആരും കോടതിയെ സമീപിച്ചില്ല എന്ന് പറയരുത്. ബീഹാറിലെ ബഹുജന പ്രസ്ഥാനങ്ങൾ എല്ലാവരും കൂടി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അടക്കം കൊടുത്തതിന്റെ പുറത്താണ് കോടതി ആ വിഷയം പരിഗണിക്കുകയും സുപ്രീം കോടതി അത് ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 2, നോക്കൂ, ബീഹാറിനെ സംബന്ധിച്ച് ഇന്നും 66 രൂപ പ്രതിദിന വരുമാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഗ്രാമാന്തരങ്ങളിൽ വോട്ടാണ് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ യാത്ര ചെയ്ത ഒരാളാണ്. പാറ്റ്നയിലേക്ക് ചെല്ലുമ്പോൾ പാറ്റ്നയിലെ, അതായത് ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയുടെ എയർപോർട്ടിനുള്ളിലേക്ക് കാളവണ്ടി കയറി വരുന്ന ഒരു സംസ്ഥാനമായി 20 വർഷം കൊണ്ട് ആ സംസ്ഥാനത്തെ നിതീഷ് കുമാർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം ജനം ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോൾ അവർ തങ്ങളുടെ വോട്ട് പോയാൽ ആ വോട്ടിന് വേണ്ടി കോടതി കയറാൻ പോകും. അല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ ഭരിച്ചത് നിങ്ങളല്ലേ? ബീഹാറിന്റെ 22 മുഖ്യമന്ത്രിമാരുടെ പട്ടിക നോക്കിയാൽ അതിൽ 16 പേര് കോൺഗ്രസ്സുകാരാണ്. അപ്പോ ഈ ബീഹാറിന്റെ ദാരിദ്ര്യത്തെ പറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ 20 വർഷമായി ബീഹാർ ഭരിക്കുന്ന ആരാണ്? അല്ല, അതിന് മുമ്പ് ഭരിച്ചത് ആരാണ്? 1947 മുതൽ 1990 വരെ അവിടെ ആരാ ഭരിച്ചേ? അല്ല, അനിൽ നമ്പ്യാർ, 20 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താ മാറ്റാൻ പറ്റും? അല്ലെന്ന്, ആദ്യം ഭരിച്ച നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയില്ലല്ലോ. നമുക്ക് അത് രണ്ടാമത് സംസാരിക്കാം. അനിൽ നമ്പ്യാർ ആദ്യം ഭരിച്ച ഞങ്ങൾക്ക് പറ്റി. അനിൽ നമ്പ്യാർ അല്ല ചോദിച്ചത്, ഗൗതം അനന്തനാരായണനാണ്. അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ കുറച്ച് മയത്തിലേ ചോദിക്കുള്ളൂ. ഗൗതം കുറച്ച് ഹാർഷായിട്ടാണ് ചോദിക്കുന്നത്. ഗൗതത്തിന് അപ്പൊ ഹാർഷായിട്ട് തന്നെ ഉത്തരവും കേൾക്കേണ്ടി വരും. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് മാറ്റാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. 20 വർഷമായിട്ട് നിങ്ങൾ എന്ത് പണിയാണ് അവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ അവിടെ ചെയ്യാനുള്ള പണി? 20 വർഷമായിട്ടും നിങ്ങൾക്ക് എയർപോർട്ടിനുള്ളിൽ കാളവണ്ടി കയറി വരുന്ന സ്ഥിതി തുടർന്നു കൊണ്ട് പോകാനാണ് നിങ്ങൾക്ക് സാധിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളെ എന്തിനു കൊള്ളാം എന്നുള്ളൊരു ചോദ്യമില്ല. ഞങ്ങളെ കൊള്ളാവുന്നതുകൊണ്ടല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അല്ലത് ജനം വോട്ട് ചെയ്തെന്ന് എങ്ങനെ പറയാൻ പറ്റും? കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ് ഈ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ് എടുത്ത് പഠിച്ചു നോക്കൂ. കഴിഞ്ഞ തവണ മഹാഗഠബന്ധനും NDAയും തമ്മിൽ 0.02% വ്യത്യാസമാണ് ഉള്ളത്. ഈ തവണ അത് 1% താഴെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് മിനിമം ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കൊടുത്തില്ല ഈ തെരഞ്ഞെടുപ്പിൽ. 12% വരുന്ന ഒരു ബിഗ് എമൗണ്ട് ഓഫ് പീപ്പിൾ വെളിയിലായിരുന്നു. അസറുദ്ദീൻ ഒവൈസി അടക്കമുള്ളവരെ കൊണ്ടുവന്ന്, നാട്ടിൽ കേട്ടിട്ടില്ലാത്ത പാർട്ടിയെ കൊണ്ടുവന്ന് ന്യൂനപക്ഷ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പറയുന്ന പ്രശാന്ത് കിഷോർ ആരുടെ ആളാ? പ്രശാന്ത് കിഷോറിനെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ അറിയുന്നത്? നിതീഷ് കുമാറിന്റെ PR ഏജന്റായിട്ടാണ് പ്രശാന്ത് കിഷോർ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. പ്രശാന്ത് കിഷോർ UP 2017 UP തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ കോൺഗ്രസിന് വേണ്ടി 2017 UP തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ ആർക്ക് വേണ്ടിയാ പണിയെടുത്തേ? നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നോ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കർണാടകയിൽ അയാൾ ആരൊക്കെ കാശ് കൊടുത്തു അവരുടെ കൂടെ പോയിട്ടുണ്ട്. PR വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും PR വർക്ക് ചെയ്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞത് മുഖ്യധാരയിലുള്ള പ്രശാന്ത് കിഷോറിനെ ഒരു പിതൃതുല്യരായി രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന നിതീഷ് കുമാറാണ്. അയാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ആന്റി ഇൻകൺവെൻസി വോട്ടുകളെ ഹണ്ടിച്ചു കളയാൻ വേണ്ടി, വോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാണ് പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ. അവിടെ ഞങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളുമായി സംവദിക്കേണ്ട വിഷയങ്ങൾ സംവദിച്ചിട്ടുണ്ട്. ഇനി അവിടെ എന്തെങ്കിലും സംഘടനാപരമായ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കും, അത് തിരുത്തുകയും ചെയ്യും. അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു മിനിമം ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അത് കിട്ടിയില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഒന്ന്, ഞങ്ങൾക്ക് കിട്ടേണ്ട ആന്റി ഇൻകൺവെൻസി വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് നിങ്ങൾ ചിലപ്പോൾ രാഷ്ട്രതന്ത്രജ്ഞതയെന്നോ എന്തോ ഓമന പേരിട്ട് വിളിച്ചാലും അത് പൊളിറ്റിക്കൽ അല്ല, അതൊക്കെ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമല്ലേ? വസന്ത് തെങ്ങുംപള്ളി ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. അതൊക്കെ നടക്കുന്നതല്ലേ? രാഷ്ട്ര തന്ത്രജ്ഞതയുള്ളവർ അത് പ്രയോഗിക്കും, കൗശലക്കാര് അത് പ്രയോഗിക്കും, അല്ലേ? അത് സ്വാഭാവികമാണ്. അതൊക്കെ അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പരിണതിയാണ്. ഇപ്പൊ കേരളത്തിൽ തമ്മിലടിക്കുന്ന CPM-ഉം കോൺഗ്രസും ബീഹാറിൽ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? അത് നിങ്ങളുടെ രാഷ്ട്രീയമല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയം. അപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയ തന്ത്രമാകാം, BJP-ക്ക് അതാകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ലോജിക്ക് എന്താ? അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഗൗതമാണ് ചോദിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലും ബീഹാറിലും CPM കോൺഗ്രസ് സഖ്യത്തെ പറ്റി നോക്കൂ. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വരുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി പ്രസ് മീറ്റ് വിളിച്ച് ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ബേസിക് ഐഡിയോളജി അത് BJP ഇതര സർക്കാരുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ BJP ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഉള്ളിടത്ത് ഇന്ത്യ സഖ്യം ഒരുമിച്ചായും, അല്ലാത്ത സ്ഥലങ്ങളിൽ BJP-ക്കെതിരായി BJP പിക്ചറിലേ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഇതൊക്കെ കാപട്യല്ലേ വസന്തേ? ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് രാജ്യത്തോട് ഉള്ളത്? ഇതൊക്കെ തൽക്കാലം പിടിച്ച് നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ BJP-യെ അധികാരത്തിൽ നിന്നും തൂത്തെറിയാൻ വേണ്ടി ഏച്ചുകെട്ടിയ ഒരു മുന്നണി എന്നല്ലാതെ എന്ത് പ്രസക്തിയാണുള്ളത്? പരാജയങ്ങൾ നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കല്ലേ? നോക്കൂ, ഇനി 5 തെരഞ്ഞെടുപ്പ് കൂടി അല്ല, അതെ, അത് മാത്രമല്ല, ഇനി 5 പരാജയങ്ങൾ കൂടി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാവ് രാഹുൽ സെഞ്ചുറി അടിക്കും. അല്ല, ഇത് BJP തന്നെ പറയണം കേട്ടോ. കാര്യം 2 സീറ്റിൽ നിന്ന് തോറ്റാണ് ഇവിടം വരെ എത്തിയത്. അപ്പൊ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളെ BJP തന്നെ വിമർശിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് സ്വയം. പക്ഷേ വസന്ത് അവിടെ ഒരു വിയോജിപ്പുണ്ട്. വസന്തേ, നമുക്കിപ്പോ 1, 2, 3 തവണ കൊണ്ടാൽ നമ്മൾ പഠിക്കും, അല്ലേ? സ്വാഭാവികമായിട്ടും BJP എത്ര തവണ കൊണ്ടിട്ടാണ് പഠിച്ചത്? കേക്കൂ, എന്ന് രാഹുലിനെ നിങ്ങൾ കളത്തിലിറക്കിയോ അന്ന് തൊട്ട് കോൺഗ്രസിന്റെ അവസ്ഥ പരമദയനീയമാണ്. അപ്പോ എത്ര കൊണ്ടാലും പഠിക്കില്ല. ഇന്നും പറയാണ് രാഹുൽ ഞങ്ങളെ നയിക്കും. ഒന്ന് മാറ്റിപ്പിടിക്കും. ഇപ്പൊ ശശി തരൂരിനെ പോലുള്ളവരൊക്കെ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സംഘടനാ സംവിധാനത്തിൽ അഴിച്ചുപണി വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്കകത്തുള്ളവരാണ് പറയുന്നത്. ശശി തരൂരിനെ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ മുഖ്യധാരയിൽ കാണുന്നില്ല, നിങ്ങൾ മാറ്റി നിർത്തിയതാവാം. പക്ഷേ ശശി തരൂരിനെ പോലെ പരിണതപ്രജ്ഞരായിട്ടുള്ളവർ പറയുകയാണ് സംഘടനാ സംവിധാനത്തിൽ അഴിച്ചുപണി വേണം. പരിവാറിന് പുറത്തേക്ക് വരണം. ഒരു കാര്യം കൂടി വസന്ത്, ഈ SIR-നെ വസന്ത് വിമർശിച്ചു. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ അനുകൂലിക്കുകയല്ലേ? KPCC നിലപാട് അതല്ലേ? അല്ല, നിലവിൽ തരൂരിന്റെ വക്താക്കളായതുകൊണ്ട് ഞാൻ ചോദിക്കാം, ശശി തരൂരിന് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? അദ്ദേഹം കൂടി അടങ്ങുന്ന കോൺഗ്രസ് പാർട്ടിയുടെ CWC ആണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുള്ള കമ്മിറ്റി എടുത്തത്. അപ്പൊ ആ CWC മെമ്പർ, അതായത് കോൺഗ്രസിന്റെ പരമോന്നത കമ്മിറ്റിയുടെ മെമ്പറാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കാൻ സാധിക്കുക? അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം തിരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ക്രിയാത്മകമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്, അഡ്വക്കേറ്റ് വസന്ത്. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നേരത്തെ തന്നെ വിമർശിച്ചതാണ് സംഘടനാ സംവിധാനത്തിൽ പാളിച്ചകളുണ്ട്, ന്യൂനതകളുണ്ട്, അത് പരിഹരിക്കണം എന്ന് നേരത്തെ തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. നിങ്ങളൊരു പാവയെ മുന്നിൽ നിർത്തി, AICC അധ്യക്ഷനായിട്ട് ഖാർഗെ നിങ്ങൾ മുന്നിൽ നിർത്തി. ഒരു മത്സരമൊക്കെ നടന്നതല്ലേ? ഖാർഗെയെ നിങ്ങൾ മുന്നിൽ നിർത്തി തരൂരിനെ നിഷ്പ്രഭമാക്കി. പക്ഷെ തരൂരിൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട്, അത് തുറന്നു പറയാറുണ്ട്. അതിനെ എന്തിനാ തള്ളിക്കളയുന്നത്? അതിനെ കൂടി അംഗീകരിക്കണമായിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങളെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു. അഡ്വക്കേറ്റ് വസന്ത്,
ശ്രീ അനിൽ നമ്പ്യാർ BJP-യുടെ പോലെ പെട്ടെന്നൊരു ദിവസം അമിത്ഷായും മോദിയും ചേർന്ന് ഇതാണ് BJP ദേശീയ അധ്യക്ഷൻ എന്ന് പറഞ്ഞ സംവിധാനം അല്ലല്ലോ AICC നടന്നത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ലെവൽ പ്ലേയിങ് ഫീൽഡ്. അത് തരൂരിന് ലഭ്യമായിരുന്നില്ലേ? ആയിരുന്നു. അദ്ദേഹം വോട്ട് ക്യാൻവാസ് ചെയ്തില്ലേ? ചെയ്തു. അദ്ദേഹത്തിന് വോട്ട് കിട്ടിയില്ലേ? കിട്ടി. പക്ഷെ ആ വോട്ടിൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള വോട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ജയിക്കാത്ത ഒരാളെ പിടിച്ച് ഇപ്പൊ നാളെ നിങ്ങൾ ബീഹാറിൽ ഒരു കാര്യം ചെയ്യൂ, നിതീഷ് മാറി നിൽക്കൂ, നമ്മുടെ തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ലല്ലോ. അപ്പൊ എന്നാലും എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവൂല എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് നല്ലതാണോ? അതിന് ജനൻ ടിവിയുടെ ഒത്താശയുടെ ആവശ്യമില്ല. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം വേണം, അതിന്റെ അനിവാര്യതയുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് ദുർബലമാകുന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അഡ്വക്കേറ്റ് വസന്ത്. അതുകൊണ്ടാണ് കേട്ടോ കോൺഗ്രസ് ശക്തിപ്പെടണം, കോൺഗ്രസ് തിരിച്ചു വരണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കൂ. അനിൽ നമ്പ്യാർ, നമ്മൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിന് മുകളിലുള്ള പരിചയമുണ്ട്. അങ്ങ് കോൺഗ്രസിന്റെ വിജയത്തെയും കോൺഗ്രസിന്റെ തിരിച്ചുവരവിനെ എത്ര കണ്ട് ആഗ്രഹിക്കുന്ന ആളാണെന്ന് എനിക്കും അറിയാം, അങ്ങേക്കും അറിയാം. അപ്പോ അതിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ട്. പ്രവർത്തകരുമുണ്ട്, ഞാനടക്കം. അതെ, ഉണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കോൺഗ്രസിനോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതെ വസന്ത് പറഞ്ഞ് അവസാനിപ്പിക്കുക, അടുത്ത ഇടവേളക്ക് സമയമായിരിക്കുന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഡോക്ടർ തരൂരിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു മിനിമം ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് പാർട്ടി കൊടുത്തു. തോറ്റ ശേഷം അദ്ദേഹത്തെ CWCയുടെ മെമ്പറാക്കി. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തരൂർ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. അത് പാർട്ടി വേദിയിൽ പറഞ്ഞിട്ടില്ല, വെളിയിലും പറഞ്ഞിട്ടില്ല. അപ്പോഴല്ലേ അദ്ദേഹം പറയേണ്ടത്? ഇങ്ങനെ പ്രശ്നമുണ്ട്, നമ്മൾ തോക്കാൻ പോവാണ്, ഇന്ന കാര്യങ്ങൾ തിരുത്തണം എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. പക്ഷേ തോറ്റ ശേഷം അത് വിളിച്ചു പറയുന്നത് മര്യാദകേടാണ് എന്ന നിലപാട് എനിക്കുണ്ട്. എന്റെ വ്യക്തിപരമായ നിലപാടാണ്.